BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മട്ടാഞ്ചേരി ബസാറിൽ വാഴക്കപ്പാലത്തിന് സമീപത്തെ പൗരാണിക പാണ്ഡികശാല കെട്ടിടം ഭാഗികമായി തകർന്നു വീണു. വ്യാഴാഴ്ച രാവിലെ 10:30 പാലാരിവട്ടം സ്വദേശി ബാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തകർന്നത്. കെട്ടിടത്തിന്റെ പിറകുവശത്ത് പുതിയ നിർമ്മാണങ്ങൾ നിയമ നടപടികളെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കെട്ടിടത്തിന്റെ റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ് ഭാഗികമായി വീണത്. കെട്ടിടത്തോടരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾ വീണ് തകർന്നു. മഴ പെയ്തിരുന്നതിനാൽ റോഡുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. വലിയ അപകടമാണ് ഒഴിവായത്. കഴിഞ്ഞ ദിവസം ബസാറിലെ മറ്റൊരു പാണ്ഡികശാലയുടെ ഭാഗവും തകർന്നു വീണിരുന്നു. പെരിയാറിൽ രാസമാലിന്യത്തിനൊപ്പം അപകടകരമായ അളവിൽ കീടനാശിനിയും കലർന്നതായി കണ്ടെത്തൽ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും നാഷണൽ എൻവയോൺമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തിയ പഠനങ്ങളിലാണ് പെരിയാറിൽ ഉയർന്ന അളവിൽ കീടനാശിനി കലർന്നതായി വ്യക്തമായത്. മനുഷ്യജീവനെ നേരിട്ട് ബാധിക്കുന്ന ഈ അപകടാവസ്ഥയിലും അധികൃതർ കണ്ണടയ്ക്കുന്നതായി ആക്ഷേപം ഉയരുന്നു. പെരിയാറിലെ വെള്ളത്തിൽ രാസമാലിന്യം പോലെ തന്നെ അപകടകരമായ അളവിലാണ് കീടനാശിനിയും കലർന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കെമിക്കൽ ഓഷ്യനോഗ്രഫി ഡിപ്പാർട്ട്മെന്റും കേന്ദ്ര സർക്കാർ കീഴിലുള്ള നാഷണൽ എൻവയോൺമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പല ഘട്ടങ്ങളിലായി നടത്തിയ പഠനങ്ങളിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. അപകടകരമാം വിധം രാസമാലിന്യങ്ങൾ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കുഫോസ് പരിശോധനയിലും സ്ഥിരീകരിച്ചത്. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ മാത്രം പെരിയാറിൽ ക്ലീൻ ചീറ്റാണ്. എൻഡോസൾഫാനും DDTയുമെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഫാക്ടറികൾ പെരിയാറിന്റെ ഇരുകരകളിലും ഉണ്ടായിരുന്നു. അടച്ചുപൂട്ടിപ്പോയ ഫാക്ടറികളിൽ നിന്ന് മുൻപ് നിക്ഷേപിച്ച കീടനാശിനികൾ പോലും ഇപ്പോഴും പെരിയാറിന്റെ അടിത്തട്ടിൽ ഉയർന്ന അളവിൽ അടിഞ്ഞു കിടപ്പുണ്ട്. ഒപ്പം കൃഷി ആവശ്യത്തിനായി പരിധിയില്ലാതെ ഉപയോഗിക്കുന്ന കീടനാശിനികളും ഒഴുകി പെരിയാറിലെത്തുന്നു. കൃഷിയിടങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കീടനാശിനി മുകൾ തട്ടിനെയും മലിനമാക്കിയെന്നാണ് നിഗമനം. രാസമാലിന്യങ്ങൾക്കൊപ്പം പെരിയാറിൽ ജൈവമാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നു. സമീപത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പെരിയാറിലേക്ക് കാനകളിലൂടെ മാലിന്യം തള്ളുന്നുവെന്നാണ് ആരോപണം. പൊതുജനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഒട്ടും പിന്നിലല്ല. അടിഞ്ഞുകൂടുന്ന ജൈവമാലിന്യങ്ങൾ പെരിയാറിലെ വെള്ളത്തിന്റെ ഘടനയെ പോലും ബാധിക്കുന്നുണ്ട്. അറവുശാല മാലിന്യവും ആശുപത്രി മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവുമെല്ലാം തള്ളുന്ന ഇടമായിരിക്കുന്നു പെരിയാർ. പാമ്പുകളും മത്സ്യങ്ങളുമെല്ലാം ചത്തുപൊങ്ങുന്നു. പലപ്പോഴും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളിൽ വിഘടനം നടക്കുന്നതോടെ വെള്ളത്തിന്റെ ഘടനയിലും മാറ്റം വരികയാണ്. വെള്ളത്തിന്റെ ഗുണനിലവാരത്തെയും ഇത് നശിപ്പിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആലുവ വഴി ലഹരി മരുന്ന് ഒഴുകുന്നു. ഇതര സംസ്ഥാനക്കാർ ഏറ്റവും കൂടുതൽ വന്നുപോകുന്ന സ്റ്റേഷൻ കൂടിയാണിത്. ലഹരി മരുന്ന് ഇടപാടിൽ മുൻപന്തിയിലായിരിക്കുകയാണ് സ്റ്റേഷൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി മരുന്ന് ട്രെയിൻ മാർഗം സുരക്ഷിതമായി എത്തിക്കാൻ മാഫിയ തെരഞ്ഞെടുക്കുന്നതും ആലുവയാണ്. സ്റ്റേഷനിൽ ലഹരി അടക്കമുള്ളവ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ വർഷങ്ങളായി കാര്യക്ഷമമല്ല. ഇതാണ് കടത്തുകാർ ആലുവ തെരഞ്ഞെടുക്കാൻ പ്രധാന കാരണം. ലഹരി മരുന്നുമായി വരുന്ന ഏജന്റുമാർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിൽക്കുന്ന മലയാളി ഏജന്റുമാർക്ക് ഇവ കൈമാറുകയാണ്. അവരാണ് വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത്. രഹസ്യവിവരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമാണ് വല്ലപ്പോഴും കുടുങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് മാഫിയ തഴച്ചു വളരുന്നതും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട്. സ്റ്റേഷൻ പരിസരങ്ങളിൽ അടുത്തിടെയായി നിരവധി അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വർഷങ്ങൾക്ക് മുൻപ് പോലീസിന്റെ ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെ നേതൃത്വത്തിൽ ഇടയ്ക്കിടെ പരിശോധന നടത്തുമായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങളായി പരിശോധനകളും മുടങ്ങി. ആലുവ പോലീസിൽ അംഗബലം കുറഞ്ഞതും പരിശോധനകളെ ബാധിക്കുന്നുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. നിരവധി പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ മൂവാറ്റുപുഴ പട്ടിമറ്റം എറണാകുളം റൂട്ടിൽ വിദ്യാർത്ഥികൾക്ക് KSRTC യാത്രാ സൗജന്യം അനുവദിച്ചു. കിഴക്കമ്പലം ബെത്ലഹേം ഡയറ സ്കൂൾ പ്രധാനാധ്യാപിക നൽകിയ പരാതിയെ തുടർന്നാണ് ഗതാഗത മന്ത്രിയുടെ നടപടി. സ്വകാര്യ വാഹനങ്ങൾക്ക് പുറമെ 15ഓളം KSRTC ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ ഈ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യം അനുവദിച്ചിരുന്നില്ല. തുടർന്നാണ് മന്ത്രിക്ക് പരാതി നൽകിയത്. ഡയറ സ്കൂളിന് പുറമെ വീട്ടൂർ എംബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടിമറ്റം മാർ കൂറിലോസ് സ്കൂൾ, കിഴക്കമ്പലം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊച്ചിൻ കോളേജ് പള്ളിക്കര എന്നിവയും ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. പല പ്രാവശ്യം ഒപ്പുശേഖരണം നടത്തി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല.
ആലങ്ങാട് കരുമാലൂർ മേഖലകളിൽ ജനങ്ങളിൽ ഭീതി പരത്തി മോഷ്ടാക്കൾ സജീവമായിട്ടും ആലങ്ങാട് പോലീസ് നിസ്സംഗതയിൽ നിന്ന് ആക്ഷേപം. ഒരു വർഷത്തിനിടെ നിരവധി കവർച്ചകളും മോഷണ ശ്രമവുമാണ് ഈ മേഖലയിലുണ്ടായത്. എന്നാൽ മോഷ്ടാക്കളെ പിടികൂടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു. ഏറ്റവും ഒടുവിൽ ആലങ്ങാട് കോട്ടപ്പുറം സംസ്ഥാന പാതയോരത്ത് ബീവറേജസ് ഔട്ട്ലെറ്റിനടുത്ത് ചുള്ളിപ്പറമ്പിൽ സൈഫി റഹ്മാന്റെ വീട്ടിലാണ് ആസൂത്രിത മോഷണം നടന്നത്. പണവും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ കവർന്നു. മെയ് 28 പുലർച്ചെ വീട്ടിൽ ആളില്ലാത്തത് മനസ്സിലാക്കിയാണ് കവർച്ച നടത്തിയത്. 2 ആഴ്ച പിന്നിട്ടിട്ടും മോഷ്ടാക്കളെക്കുറിച്ച് പോലീസിന് ഒരു തുമ്പും തന്നെ കിട്ടിയിട്ടില്ല. കാലവർഷം ശക്തമായതോടെ മേഖലയിൽ വ്യാപക മോഷണ ശ്രമങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം മാഞ്ഞാലിയിൽ 2 കടകൾ കുത്തിത്തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ അറിഞ്ഞതുകൊണ്ട് ശ്രമം പരാജയപ്പെട്ടു. തട്ടാമ്പടിയിൽ 2 വർഷം മുൻപ് വീട്ടിൽ നിന്ന് 10 പവനും 2 ലക്ഷം രൂപയും കവർന്ന കേസിൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 6 മാസത്തിനിടയിൽ ആരാധനാലയങ്ങളുടെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം മോഷ്ടിച്ച കേസിലും പ്രതികളെ കണ്ടെത്തിയിട്ടില്ല. ആലങ്ങാട് കുന്നേൽ പ്രദേശത്ത് ഒരു വീടും ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ ഭണ്ഡാരവും കുത്തിത്തുറന്നിരുന്നു. രാജ്യാന്തര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിലേക്കുള്ള വല്ലാർപാടം കണ്ടെയ്നർ റോഡ് നവീകരിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി നടപ്പാക്കുന്ന 98 കോടി രൂപയുടെ പദ്ധതി പുരോഗമിക്കുന്നു. ഈ റോഡിൽ വരുന്ന പാലങ്ങളുടെ അറ്റകുറ്റപ്പണി, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ, പുതിയ കലുങ്ക് നിർമ്മാണം, റോഡിൽ നിയന്ത്രണം തെറ്റുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന വാഹനങ്ങൾ താഴ്ചയുള്ള ഭാഗങ്ങളിൽ പോയി വീഴുന്നത് തടയാനുള്ള ബാരിയറുകൾ സ്ഥാപിക്കൽ, റോഡ് സുരക്ഷയ്ക്കായി റോഡിൽ അടയാളപ്പെടുത്തലുകൾ, സൈൻ ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവ പദ്ധതിയിൽപ്പെടുന്നു. തെരുവ് വിളക്കുകളുടെ ഡിസൈൻ, സാധന സാമഗ്രികളുടെയും സേവനങ്ങളുടെയും ഓർഡർ നടപടികൾ എന്നിവ അന്തിമഘട്ടത്തിലാണ്. തെരുവുവിളക്കുകളുടെ അഭാവത്തിൽ കണ്ടെയ്നർ റോഡിലെ യാത്രികരും പരിസരവാസികളും നേരിടുന്ന പ്രശ്നങ്ങൾ ഹൈബീഡൻ MP 2 തവണ ലോക്സഭയിൽ ഉന്നയിക്കുകയും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. പാലങ്ങളുടെ അപകടാവസ്ഥയും ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. MP-യുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി. മെട്രോ സ്റ്റേഷൻ പരിസരത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ കലുങ്ക് നിർമ്മിക്കുമെന്ന് KMRL ഉറപ്പു നൽകിയതായി നഗരസഭാ അധ്യക്ഷ രമ സന്തോഷ്. ഇവിടെയുള്ള വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് KMRLന്റെ കലൂർ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിക്കാനിരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ മുന്നോടിയായി KMRL അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. ടെർമിനൽ സ്റ്റേഷൻ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന കലുങ്കുകളുടെ പണി ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായും ഇവർ പറഞ്ഞു. നഗരസഭാ ഉപാധ്യക്ഷൻ KK പ്രദീപ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ദീപ്തി സുമേഷ്, UK പിതാംബരൻ, CA ബെന്നി, കൗൺസിലർമാരായ ആന്റണി ജോ വർഗീസ്, രാജി അനിൽ, KT അഖിൽദാസ്, VG രാജലക്ഷ്മി, ശ്രീജ മനോജ്, PC വർഗീസ്, KP ദേവദാസ്, PS കിരൺകുമാർ, റോജ രാജീവ്, സബിത ജയൻ, സൗമ്യ രാജേഷ്, AT സുബ്രഹ്മണ്യൻ, രാകേഷ് പൈ, പോളി വർഗീസ്, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.